നമസ്കാരം. വാർത്താ പുലരി മറ്റൊരു പുലരിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത പുലരി അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടേതാണ്. അതിൻ്റെ ഒരു മഹോത്സവത്തിൻ്റെ ലഹരിയിലാണ് അയോധ്യ എന്ന ക്ഷേത്ര നഗരിയുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ വാർത്തകളെല്ലാം തന്നെയും പ്രേക്ഷകരിലേക്ക് നമുക്ക് വാർത്താ പുലരിയിലൂടെ എത്തിക്കാം. ഒപ്പം കേരളത്തിലും ഈ പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുങ്ങുന്നുണ്ട്. ഞങ്ങൾ ചേരുന്നത് രാംകി പീഡി എന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹ്യവും ചരിത്രവും ഇഴകിച്ചേർന്ന് കിടക്കുന്ന അയോധ്യയിലെ രാംകി പീഡിയിൽ നിന്നാണ്. സരയൂ നദിയുടെ കൈവഴിയാണ് ഞങ്ങൾക്ക് പിന്നിലൂടെ ഒഴുകുന്നത്. അങ്ങനെ സരയൂ നദീതീരവും അയോധ്യ എന്ന പുണ്യപുരാതന നഗരിയും എല്ലാ അർത്ഥത്തിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി ഒരുങ്ങുമ്പോൾ ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇനിയുള്ള ഓരോ മണിക്കൂറിലും അയോധ്യയിലേക്കാണ്. അതിനാൽ ഇന്നത്തെ ദിവസവും നാളത്തെ ദിനവും മുഴുവൻ വാർത്തകളും അയോധ്യ കേന്ദ്രീകരിച്ച് മാത്രമാകും ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അയോധ്യയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം കൂടാതെ ഭാരതത്തിന്റെ മുഴുവൻ ഭാഗത്തും അയോധ്യയിലെ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകൾ, ഉത്സവങ്ങൾ, ജനങ്ങളുടെ പ്രതികരണങ്ങൾ, കേരളത്തിലെ ചില കോണുകളിൽ നടക്കുന്ന വിമർശനങ്ങൾ, ഇതെല്ലാം ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ടീം ജനം സജ്ജമാണ്. ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയിട്ടുള്ള വിശദാംശങ്ങൾ, കാരണം അതിൻ്റെ ഒരു കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദമായി നൽകുന്നില്ല. ഓരോ സമയങ്ങളിലാണ് അറിയിപ്പുകൾ നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ച ശേഷം നമുക്ക് മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാം. ഓക്കെ ജിഷ്ണു, നാളെ നേരത്തെ തന്നെ അതിൻ്റെ സമയം നിശ്ചയിച്ചിരുന്നു. 12:20 എന്ന ഒരു ധന്യമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠയുടെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക. ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി ഇപ്പോൾ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കുന്നത് നാളെയാകും അദ്ദേഹം അയോധ്യയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തുമെന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പൂർണ്ണസമയ ഒരു തീർത്ഥാടകന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 11 ദിവസമായി കഠിന വ്രതത്തിലാണ് ഭാരതത്തിന്റെ പ്രധാന സേവകനായ നരേന്ദ്രമോദി. അദ്ദേഹം ഇന്നലെ രാമേശ്വരത്തെത്തി ഭഗവാൻ ശ്രീരാമൻ സ്ഥാപിച്ച ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ സ്നാനം നടത്തുകയും പ്രത്യേക അനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ നാളെ പ്രധാനമന്ത്രി രാവിലെ 10 മണിയോടുകൂടി അയോധ്യയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് ട്രസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രത്തിനകത്ത് പ്രത്യേക കലശം ഉൾപ്പെടെയുള്ള പൂജകൾ നടക്കുന്നുണ്ട് എന്ന കാര്യം കൂടി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനുവരി 16 മുതൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന പീഠത്തിലെ പ്രത്യേക പൂജകൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാംലല്ലയെ ശ്രീകോവിലിൽ എത്തിച്ച ശേഷം ആ വിഗ്രഹത്തിൽ പ്രത്യേക തരത്തിലുള്ള അർച്ചനകളും ഒപ്പം ശ്രീകോവിലിന്റെ ക്ഷേത്രാങ്കണത്തിൽ കലശവും നടക്കുന്നുണ്ട്. നാളെ ആ ഒരു പൂജകളുടെ സമാപ്തി എന്നുള്ള രീതിയിലായിരിക്കും പ്രാണപ്രതിഷ്ഠ നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും.